ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നൈറ്റ് സ്റ്റഡി വ്ളോഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. എക്കണോമിക്സ് ആണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിന്റെ 2021 തൊട്ട് 2025 വരെയുള്ള PYQസിന്റെ PDFs ഒക്കെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും അതേപോലെ തന്നെ അതിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്സുകളൊക്കെ തന്നെ കിട്ടി കേട്ടോ. എക്കണോമിസ്റ്റ് CA എന്ന് പറഞ്ഞിട്ടുള്ളൊരു നന്ദഗോപി സാറിന്റെ ക്ലാസ്, സൈലത്തില് എക്കണോമിക്സ് എടുക്കുന്ന സാറാണ്. പുള്ളിയുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ക്ലാസ് ഒക്കെ കണ്ടു. അതൊക്കെ വെച്ചിട്ട് PYQs ഏതൊക്കെ ടോപ്പിക്സ് വേണമെന്ന് എഴുതി വെച്ചു കേട്ടോ. ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഞാനപ്പോൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ റാങ്ക് ഫയലിൽ PYQs വന്നിട്ടുള്ള ഏരിയാസ് ആണ് ആദ്യമൊക്കെ പഠിക്കുന്നത്. അത് തന്നെ നോക്കി വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് കുറെ ഭാഗം കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് നൈറ്റ് പഠിക്കാനായിട്ടൊരു 3 ടോപ്പിക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അത് തന്നെ കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല, എന്നാൽ ആ ഒരു 3 ടോപ്പിക്കാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്കൊരു സന്തോഷമായിട്ടും തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം എനിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ പോർഷൻസ് ഒരുപാട് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചിരുന്നു എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് കിട്ടില്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എനിക്ക് എക്സാം ഇല്ല. അപ്പൊ നിന്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ പഠിക്കുന്ന രീതിയും എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ റാങ്ക് ഫയലും അതേപോലെ തന്നെ യൂട്യൂബിനകത്ത് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് എടുത്തതോടുകൂടി അത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് വാച്ച് ചെയ്യാറായിട്ടുള്ളത്. ട്രിക്ടേൺ എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പോൾ അതിന്റെ ഒരുപാട് ക്ലാസ്സുകൾ അവരിപ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിലൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഡിഗ്രി ലെവലിന്റെ സെക്കൻഡ് സ്റ്റേജോ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജോ ആയിരിക്കും എനിക്ക് എക്സാം ഉണ്ടായിരിക്കുന്നത്. തേർഡ് സ്റ്റേജ് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉള്ളവരുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എക്കണോമിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് 10th ലെവലിലൊക്കെ എക്സാമിനൊക്കെ എക്കണോമിക്സിന് എപ്പോഴും ഫുൾ മാർക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാം വരുമ്പോൾ എക്കണോമിക്സ് എപ്പോഴും കുറച്ച് ടഫായിട്ടാണ് വരുന്നത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം എക്കണോമിക്സിന്റെ 5 മാർക്കിൽ എനിക്ക് ഒറ്റ മാർക്ക് പോലും കിട്ടിയിട്ടില്ല. 5 ഞാൻ തെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഡിഗ്രി ലെവലിൽ വരുമ്പോൾ എക്കണോമിക്സ് കുറച്ച് ടഫായ രീതിയിലാണ് വരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ 10th ലെവലിലുള്ള എക്സാമുകൾക്കൊക്കെ എക്കണോമിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വളഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാം എക്കണോമിക്സിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ആ ഒരു രീതിയിലാണ് എക്കണോമിക്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ 10th ലെവലിൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്ന പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഗ്രി ലെവലിൽ നമുക്ക് എക്കണോമിക്സ് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ പ്രിലിംസ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ഇതിന്റെ എല്ലാത്തിനും കൂടി 50 മാർക്ക് ഉണ്ട്. അപ്പൊ ഇത് തന്നെ ഫസ്റ്റ് കൈകാര്യം ചെയ്യണം. അതിന് ശേഷമാണ് പിന്നെ മറ്റുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്